അപ്പോൾ എല്ലാവർക്കും സൈബർ ടെക്കിയുടെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ പൊതുവെ ഒരു ഫോണിൽ നമ്മൾ പിൻ ലോക്ക് വയ്ക്കാറുണ്ട്. അതുപോലെ പാറ്റേൺ ലോക്ക് ആണെങ്കിലും പാറ്റേൺ ലോക്കിന് നമ്മൾ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് എപ്പോഴും നമ്മുടെ ഒരു പിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെ നമ്മൾ അതിലൊരു പിന്ന് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഹാക്കറിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോണിൻ്റെ പിൻ ലോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യുന്ന തന്നെ രീതിയിൽ ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു ഫിഷിംഗ് മെത്തേഡാണ്. അതായത് നിങ്ങളതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്നും, അതായത് നിങ്ങൾ കരുതുന്നത്, അതായത് ഞാൻ വഴിയെ കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു ലോക്ക് സ്ക്രീൻ പോലെ ഞാൻ വരുത്തിക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ, അല്ലെങ്കിൽ ആ ഹാക്കർ വരുത്തിക്കും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഫോൺ ലോക്കായത് എന്താ, ഒരു വേറൊരു രീതിയിലാണെങ്കിൽ പോലും ശരിക്കും അത് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ പോലെ തന്നെയായിരിക്കും കാണാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാന്ന് മാത്രം, ഒരു പിക്ചറാണെന്ന് മാത്രം. പക്ഷെ അതിൽ നിങ്ങൾ നിങ്ങളുടെ പിന്നടിക്കും, എന്നിട്ട് ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ കൊടുക്കും നിങ്ങൾ നോർമലി കാണിക്കുന്ന പോലെ. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡിൽ എനിക്ക് ആ ഒരു പിന്ന് എൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹാക്കറിൻ്റെ ഡിവൈസിൽ എത്തിച്ചേരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ നമുക്കധികം സമയം വൈകിക്കാതെ തുടങ്ങാം. ഇപ്പോൾ ഈ കാണുന്നത്, അപ്പോൾ ആ ഒരു ഹാക്കർ, അതായത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആ ഒരു ഹാക്കറിന് ഒരിക്കലും നേരിട്ടിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ആ ലിങ്ക് അയച്ചിട്ട് ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ ഇതുകൊണ്ട് ഹാക്കർ എപ്പോഴും പറയുക, അല്ലെങ്കിൽ ആ ഹാക്കർ പറയുക ഇതേപോലെ ഏതെങ്കിലും യൂട്യൂബിൻ്റെ ലിങ്ക് എടുത്ത്, ഞാനിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഡെമോയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ പറയും, നിങ്ങൾ ഇത് ഒരു വീഡിയോൻ്റെ ലിങ്കാണ്, ഏതെങ്കിലും വീഡിയോൻ്റെ ഒരു തംബ്നെയിൽ എടുത്തിടും, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ താഴെ എന്നിട്ട് ലിങ്ക് പോലെ ഇതായിട്ട് കൊടുക്കുന്നത് പറയും, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറയും. നമ്മൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അപ്പോഴാണ് ഈ സംഭവം ഹാക്കറിൻ്റെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ ഇതൊരു ഫിഷിംഗ് മെത്തേഡാണ്, ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഡിസ്ക്ലെയിമർ എല്ലാവരും ഒന്ന് വായിക്കുക. ഇതാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതായിട്ട് ഇനി വേറെ നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിന് റെസ്പോൺസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് സെർവർ സ്റ്റാർട്ട് ചെയ്യണം. അതായത് എൻ്റെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട്. അതിലെൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ള, അതായത് എൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് സെർവർ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലിങ്കാണ് അത്. ആ ലിങ്ക് എൻ്റെ കമാൻഡ്സ് അനുസരിക്കുന്ന ഒരു ലിങ്കാണ് ഇത് ഈ കാണുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ ചിലപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഒരു ലിങ്ക് ഷോർട്ടനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിളിൽ. അതിൽ നമ്മൾ പോയിട്ട് ലിങ്ക് ഷോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് കാണില്ല. നോർമലി ചെറിയൊരു കോഡായി മാറും. ഈ ലിങ്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിങ്ക് റെഡി ആയത് ഞാൻ എൻ്റെ ഫോൺ എടുക്കണം. ഫോണിൽ തൽക്കാലത്തേക്ക് ഞാനിത് ടൈപ്പ് ചെയ്യാണ്. HTTPS F 5 1E 1E 59 0D. അപ്പോൾ ഇതാണ് ലിങ്ക്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ലിങ്ക് ഞാനിതിൽ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഡിവൈസിലോട്ട്, ഇതിപ്പോൾ എൻ്റെ മൊബൈൽ തന്നെയാണ്,
എൻ്റെ മൊബൈലിലോട്ട് തന്നെ ഞാൻ അയക്കുകയാണ് കേട്ടോ. അയക്കുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ടാർഗറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ആ ഒരു ഹാക്കർ ആർക്കാണ് അയച്ചത് ആ ഒരു വ്യക്തി ഇനി പോയിട്ടിപ്പോൾ ഇതിപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മോണിറ്ററിൽ ശ്രദ്ധിച്ചോളാം, ലാപ്പിൻ്റെ മോണിറ്ററിൽ ശ്രദ്ധിച്ചോളാം, അതിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്തു. ടാർഗറ്റ് ഓപ്പൺ ദി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 6.0.1 ആണ്. റെഡ്മി നോട്ട് 3 ആണ് ഫോണ്. സംഭവം അവിടെ വന്നിട്ടുണ്ട്. ഇതിലപ്പോൾ ഇത് കാണിക്കുന്നുണ്ട് റീഡയറക്ട് ടു യൂട്യൂബ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വന്നു. അതായത് നമ്മൾ ഡിസ്പ്ലേയിൽ എവിടെയെങ്കിലും പിന്നീട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാകുമോ ഇത് ഇങ്ങനത്തെ ഫിഷിങ്ങിൻ്റെ ഇതാണെന്നുള്ളത്? ഇല്ലല്ലോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിതിൽ ചെയ്യുക, നമ്മുടെ ഫോണിൻ്റെ പിന്ന് നമ്മൾ അടിക്കും. പിന്നെ അടിക്കുമ്പോൾ നോർമലി ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ചെറിയൊരു ഇതടിക്കാം. 2 4 6 8 10. അപ്പോൾ അടിച്ചു. അപ്പോൾ ഡിവൈസിൽ നിങ്ങൾ നോക്കിക്കോളൂട്ടെ. ഞാൻ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ വന്നിരിക്കുന്നതുണ്ടോ, ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നതുണ്ടോ? ഇപ്പോൾ മോണിറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പിന്നെ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് പിൻ റിസീവ്ഡ് പിന്നെ 2 4 6 8 10. എന്നിട്ട് അതെൻ്റെ ഡിവൈസിൽ എൻ്റെ ലാപ്പിൽ അത് pin.saved.txt എന്നുള്ള ഫോർമാറ്റിൽ അതവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോണിന് ഓഫ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത് സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതൊരു ചെറിയൊരു മെത്തേഡ് മാത്രമാണത്. ഇനി ഇതിൽ വളരെ ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അതായത് ഒരു ഹാക്കറിന് നിങ്ങളുടെ ഒരു ചെറിയ അബദ്ധം കാരണം ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു നോളജ് പകരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള എയിം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമൊക്കെ വേണം. എങ്കിലാണ് നമ്മുടെ ഈ ചാനൽ നല്ല രീതിക്ക് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഒപ്പം ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമ്മുടെ അടുത്ത് ഇതുപോലെയുള്ള വീഡിയോസ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് അമർത്തിയേക്ക്. ഓക്കെ. പിന്നെ ഈ ഒരു നോളജ് നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ ബന്ധുക്കളിലൊക്കെ എത്തിക്കാനായിട്ട് താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോളജ് എല്ലാവരിലും എത്തട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.